25 വർഷങ്ങൾക്ക് മുൻപ് ഒരു സ്വപ്നം മാത്രമായി തുടങ്ങിയ ഒരു യാത്ര ഇന്ന് ആയിരക്കണക്കിന് കുട്ടികളുടെ ഭാവി പ്രകാശമാക്കിയ ഒരു കഥയായി മാറി. ദ ഗ്രീൻ ഹിൽസ് സ്റ്റോറി, എ ട്രിബ്യൂട്ട് ടു അവർ ഫൗണ്ടിംഗ് ഫാമിലി. ഇന്ത്യ സ്വാതന്ത്ര്യത്തിനു മുൻപ് ഇന്നത്തെ കേരളം അന്ന് വിവിധ പ്രദേശങ്ങളായി അറിയപ്പെട്ടു. 1920 മുതൽ ഭാവിയെ തേടി മലബാറിലേക്കുള്ള വലിയ കുടിയേറ്റത്തിന്റെ ജൈത്രയാത്ര ആരംഭിച്ചു. 1945 ഇന്നത്തെ കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂരിനടുത്ത് വെമ്പള്ളി എന്ന പ്രദേശത്തു നിന്നും കുട്ടപ്പൻ, രാഘവൻ, ഗോപാലൻ എന്നീ സഹോദരങ്ങളും അമ്മ ചേരയുമടങ്ങുന്ന വാലുമ്മൽ കുടുംബം ഒരു മികച്ച ഭാവിയെ സ്വപ്നം കണ്ടുകൊണ്ട് വയനാടിന്റെ ഈ മലയോര ഭൂമിയിലേക്ക് കുടിയേറി. ഇരുണ്ടതെന്ന് ഇന്നുള്ളവർക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ പോരുന്നതും ഇന്നത്തെ നാഗരികതയുടെ അനന്തവൈചിത്ര്യത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നതുമായിരുന്നു അന്നത്തെ വയനാട്. ചരിത്ര പ്രാധാന്യമേറെയുള്ള സുൽത്താൻ ബത്തേരിക്ക് സമീപം കല്ലൂർ ഗ്രാമത്തിൽ അവർ താമസമാക്കി. കൃഷി പാരമ്പര്യമുള്ള അമ്മയും മക്കളും ആദ്യം ഉപജീവനത്തിന് കൃഷിയിൽ തന്നെ തുടങ്ങി. 1960 VN ഗോപാലനും മീനാക്ഷിയും വിവാഹിതരായി. ഈ ദമ്പതികൾക്ക് 6 മക്കൾ: സുരേന്ദ്രനാഥ്, വനജ, ശ്രീലത, ഷൈനി, സുജാത, ബിജു എന്നിവർ. പിന്നീട് ഇവർ കൂടെ അടങ്ങുന്നതായി വാലുമ്മൽ കുടുംബം. കൃഷിക്ക് പുറമെ മറ്റു മേഖലകളിലേക്കും വാലുമ്മൽ ഗ്രൂപ്പ് പ്രയാണം തുടങ്ങി. ചന്ദന ഫാക്ടറി, തടി വ്യവസായം, ഖനനം, ജിഞ്ചർ ട്രേഡിംഗ്, നിർമ്മാണ പ്രക്രിയകൾ, ജുവലറി തുടങ്ങി നിരവധി മേഖലകളിലേക്ക് അവർ കടന്നു. 2001 നമ്മുടെയെല്ലാം ബഹുമാന്യനായ വാലുമ്മൽ ഗോപാലൻ അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയായിരുന്ന പരേതയായ മീനാക്ഷിയുടെ പേരിൽ മീനാക്ഷി ചാരിറ്റബിൾ ട്രസ്റ്റിന് രൂപം നൽകി. ട്രസ്റ്റിന്റെ ചെയർമാൻ സുരേന്ദ്രനാഥ് VG. ചെയർമാനു പുറമെ സ്ഥാപക ട്രസ്റ്റ് അംഗങ്ങൾ VM വത്സൻ, TG രജിത്ത്, VG ബിജു, EG രാജു, E ജനാർദ്ദനൻ എന്നിവരായിരുന്നു. ചരിത്രത്താളുകളിൽ ഇടം നേടിയ കോഴിക്കോട് മൈസൂർ ദേശീയപാതയ്ക്ക് സമീപം സുൽത്താൻ ബത്തേരി മൂലങ്കാവിൽ ഗ്രീൻ ഹിൽസ് എന്ന സരസ്വതി ക്ഷേത്രത്തിന്റെ ഉദയം. ചെയർമാൻ സുരേന്ദ്രനാഥ് VGയുടെ നേതൃത്വത്തിൽ 2001 ജൂൺ 6 241 വിദ്യാർത്ഥികളും പരിമിതമായ ജീവനക്കാരുമായി മീനാക്ഷി ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിൽ ദ ഗ്രീൻ ഹിൽസ് പബ്ലിക് സ്കൂൾ പ്രവർത്തനമാരംഭിച്ചു. വയനാട്ടിൽ അധ്യാപക പരിശീലന കേന്ദ്രങ്ങളുടെ കുറവ് പരിഹരിക്കുന്നതിനും മികച്ച അധ്യാപകരെ വാർത്തെടുക്കുന്നതിനുമായി 2004 ട്രസ്റ്റ് സ്ഥാപിച്ചതാണ് വാലുമ്മൽ ടീച്ചർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്. വാലുമ്മൽ ഗ്രൂപ്പിന്റെയും മീനാക്ഷി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും പിന്തുണയോടെ ദ ഗ്രീൻ ഹിൽസ് പബ്ലിക് സ്കൂളും ഏറെ ദൂരം മുന്നോട്ടു നീങ്ങി. 2006 ആദ്യത്തെ 10th ബാച്ച് തിളക്കമാർന്ന വിജയം നേടി. ഇതേ വർഷം തന്നെ CBSE സീനിയർ സെക്കൻഡറി തലത്തിന് അംഗീകാരം ലഭിച്ചു. 2008 വിജയകരമായ ആദ്യത്തെ +2 ബാച്ച് പഠനം പൂർത്തിയാക്കി. ഇന്നുവരെ വയനാട്ടിൽ സീനിയർ സെക്കൻഡറി തലത്തിൽ CBSE ബോർഡ് അംഗീകാരം ലഭിച്ചിട്ടുള്ള ചുരുക്കം ചില സ്കൂളുകളിലൊന്നാണ് ഗ്രീൻ ഹിൽസ്. 2010 സുൽത്താൻ ബത്തേരിയിലെ ഏക CBSE റെസിഡൻഷ്യൽ സ്കൂളായി ഗ്രീൻ ഹിൽസ് ഉയർന്നു. സമയത്തിനനുസരിച്ച് നവീകരിക്കപ്പെടാനുള്ള ഗ്രീൻ ഹിൽസിന്റെ പ്രതിബദ്ധത, പാഠ്യേതര പ്രവർത്തനങ്ങളിലെ മുന്നേറ്റം, കലാകായിക മേഖലകളിലെ മികവുകൾ എന്നിവ ഗ്രീൻ ഹിൽസിനെ കേരളത്തിലെ ഏറ്റവും മികച്ച റെസിഡൻഷ്യൽ ഡേ ബോർഡിംഗ് സ്കൂൾ എന്ന ഖ്യാതിയിലേക്ക് മാറ്റി. കഴിഞ്ഞ 25 വർഷങ്ങൾക്കിടെ 6000-ലധികം വിദ്യാർത്ഥികൾ ഗ്രീൻ ഹിൽസിൽ നിന്നും പഠനം പൂർത്തിയാക്കി. ലോകത്തിലെ മുൻനിര സർവകലാശാലകളായ MIT, UK-യിലെ പ്രശസ്തമായ റസൽ ഗ്രൂപ്പ് യൂണിവേഴ്സിറ്റികൾ, ലോകപ്രസിദ്ധമായ ഇന്ത്യൻ സർവകലാശാലകൾ, IITs, AIIMS, IIMS, INSEAD, ISB തുടങ്ങി നിരവധി സ്ഥാപനങ്ങളിൽ ഗ്രീൻ ഹിൽസിലെ വിദ്യാർത്ഥികൾ പ്രവേശനം നേടുന്നു. മാത്രമല്ല, വയനാട്ടിലെ വിദ്യാർത്ഥികൾക്ക് IIT-കളിലും ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലും പ്രവേശനം നേടുക എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഈ കാലയളവിൽ ഗ്രീൻ ഹിൽസിന് സാധിച്ചു. ഈ ലക്ഷ്യം കൈവരിക്കുന്നതിനായി ഒരു പ്രത്യേക ടീം തന്നെ ഗ്രീൻ ഹിൽസിൽ പ്രവർത്തിക്കുന്നു. സംസ്ഥാനത്ത് തന്നെ മാതൃകയായ കെട്ടിട സമുച്ചയം,
കേരളത്തിലെ ഏറ്റവും വലിയ കിൻഡർ ഗാർട്ടൻ ബ്ലോക്ക്, വയനാട്ടിൽ AI എനബിൾഡ് സ്മാർട്ട് ക്ലാസ് നടപ്പിലാക്കിയ ആദ്യത്തെ CBSE സ്കൂൾ, വയനാട്ടിൽ NCCക്ക് അംഗീകാരം ലഭിച്ച ഏക CBSE സ്കൂൾ, മികച്ച കളിസ്ഥലങ്ങൾ, ഇൻ്റഗ്രേറ്റഡ് സ്പോർട്സ് കോംപ്ലക്സ്, AC ഡോർമെറ്ററികളോടുകൂടിയ ഹോസ്റ്റൽ സൗകര്യം, സ്വിമ്മിംഗ് പൂൾ, ഓപ്പൺ ജിം തുടങ്ങി എല്ലാം ഇവിടെയുണ്ട്. 2025 ഗ്രീൻ ഹിൽസ് അതിന്റെ രജത ജൂബിലിയിൽ എത്തി നിൽക്കുമ്പോൾ വാലുമ്മൽ ഗോപാലൻ മെമ്മോറിയൽ ആർട്സ് ആൻഡ് സ്പോർട്സ് സിൽവർ ജൂബിലി ബ്ലോക്ക് എന്ന പുതിയ കെട്ടിട സമുച്ചയം ഭാവിക്കായി തുറന്നുകൊടുക്കാൻ ഗ്രീൻ ഹിൽസ് ഒരുങ്ങുകയാണ്. ഗ്രീൻ ഹിൽസ് സ്ഥാപനത്തിന് അടിത്തറയേകിയ വാലുമ്മൽ ഗ്രൂപ്പ് ഇന്ന് 1000-ലധികം ജീവനക്കാർക്ക് തൊഴിൽ നൽകി ഇന്ത്യക്കകത്തും പുറത്തും അറിയപ്പെടുന്ന ഒരു ബിസിനസ് ശൃംഖലയായി വളർന്നു. അതോടൊപ്പം മീനാക്ഷി ചാരിറ്റബിൾ ട്രസ്റ്റ് സമൂഹത്തിന് താങ്ങും തണലുമാവുകയും വാലുമ്മൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ 21 വർഷങ്ങൾ പൂർത്തിയാക്കി മികച്ച അധ്യാപകരെ രാജ്യത്തിന് സമ്മാനിച്ച് മുന്നേറുകയും ചെയ്യുന്നു. ഒരു ദീപത്തിൽ നിന്ന് അനേകം ദീപങ്ങൾ പ്രകാശിക്കുന്നതുപോലെ വാലുമ്മൽ ഗോപാലൻ തെളിയിച്ച കൈത്തിരി അതിന്നത്തെ തലമുറയ്ക്ക് മടികൂടാതെയും മതിയാവാതെയും അനേകം ദീപങ്ങളായി വിദ്യാഭ്യാസ രംഗത്തും മറ്റു മേഖലകളിലും പ്രകാശം പരത്തിക്കൊണ്ടേയിരിക്കുന്നു.